മുക്തപ്രായോസി സർവദാം അയമേവ ഹി തേ ബന്ധോ ദ്രഷ്ടാരം പശ്യസീതരം ത്വം സർവസ്യ ഏകഃ ദ്രഷ്ട അസി ത്വം സർവദാ മുക്തപ്രായഃ അസി ത്വം ദ്രഷ്ടാരം ഇതരം പശ്യസി അയമേവ ഹി തേ ബന്ധഃ. അലയോ ജനക, നീ എല്ലാത്തിൻ്റെയും ഒരേ ഒരു ദ്രഷ്ടാവാണ്. ഏകമാണ്, അദ്വയമാണ് എന്നൊക്കെ അദ്വൈതം അജാതമായി പറയുന്നത് ഇവിടെയാണ്. ബോധം ഏകമാണ്. ആകെ ഒരു ബോധമേ ഉള്ളൂ, അനേക ബോധങ്ങളില്ല. ആ ബോധം നീയാണ്. നീ എല്ലാത്തിൻ്റെയും ഒരേ ഒരു ദ്രഷ്ടാവാണ്. എല്ലായ്പ്പോഴും മുക്തനുമാണ്. എല്ലായ്പ്പോഴും ആത്മാവിന് ബന്ധമൊന്നും വന്നിട്ടില്ല. അവിടെയാണ് അഷ്ടാവക്രഗീത വേർപെട്ടു നിൽക്കുന്നു എന്ന് ചിലർ സൂചിപ്പിക്കുന്നത്. അവരതിന് ഉപോത്ബലകമായി മറ്റ് ഗ്രന്ഥങ്ങളിലെ പൂർവപക്ഷങ്ങളാണ് സ്വീകരിക്കുന്നത്. എല്ലാ ഭാരതീയ വൈജ്ഞാനിക ഗ്രന്ഥങ്ങളും സിദ്ധാന്തപക്ഷത്തിൽ തത്വം തന്നെയാണ് പറയുന്നത്. സദാ സർവദാ ആത്മാവ് മുക്തമാണ്. ഗീതയിൽ അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ ശോഷ്യ യവച എന്ന് പറയും. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക നൈനം ക്ലേദയന്ത്യാപോ നശോഷയതി മാരുത. അവിടെയൊക്കെ ആത്മാബുദ്ധിയെ പറയുമ്പോൾ കർത്തൃത്വ ഭോക്തൃത്വാദികളെല്ലാം പൂർണ്ണതയാ കളഞ്ഞിട്ടാണ് പറയുന്നത്. ആത്മാവിന് ജനിമരണങ്ങളും ഇല്ല. എല്ലാം മനസ്സിൻ്റെ കൽപ്പനയാണ്. ഒരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്. ഈ ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കേണ്ട അടുക്കിൽ പഠിക്കാതെ വരുമ്പോൾ ഭാരതീയ സംസ്കൃതി പുനർജന്മ സിദ്ധാന്തമുള്ളതാണ്, പാശ്ചാത്യ ദർശനങ്ങൾ പുനർജന്മ സിദ്ധാന്തം ഇല്ലാത്തതാണ്. ഇങ്ങനെയൊക്കെ പഠനങ്ങൾ വരാറുണ്ട്. ഭാരതീയ ദർശനങ്ങളിൽ ആത്മാവിന് പുനർജന്മമുണ്ടെന്ന് അംഗീകരിക്കുന്നേയില്ല. ആത്മാവ് അജാതവും നിത്യജാതവുമാണ്. ഇതും അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ജനനവും മരണവും വികൃതികളുമെല്ലാം മനസ്സിൻ്റെ തലത്തിൽ മാത്രമേ ഉള്ളൂ. ലിംഗശരീരത്തിൻ്റെ തലത്തിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ ആത്മാവ് എങ്ങും പുനർജനിക്കില്ല. അച്ഛൻ്റെ ആത്മാവ് ഗതി കിട്ടാതെ അലയുകയുമില്ല. ആത്മാവ് ഇപ്പൊ തന്നെ മുക്തമാണ്. ഈ ശരീരത്തിലിരിക്കുന്നു എന്ന് തെറ്റായി വിചാരിക്കുമ്പോഴും നീ മുക്തനാണ്. ഇതാർക്കറിയും? മുക്തനു മാത്രം അറിയുമെന്നാണ്. അതാണ് അഷ്ടാവക്രൻ അറിയും ജനകനെ കുറിച്ച്. മുക്തമല്ലാതെ ഒരാത്മാവുമില്ല. നീ മുക്തനല്ലെന്ന നിന്റെ ബോധം മാത്രമാണ് ബന്ധം. ബന്ധം വെറും ബോധമാണ്, വേറൊന്നുമില്ല. രാമകൃഷ്ണത് ഉത്തരം താങ്ങുന്ന വല്ലിയെ പോലെ എന്നാ പറഞ്ഞു. തെങ്ങിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നവൻ തെങ്ങ് വിടുന്നില്ലെന്ന് പറയുന്ന പോലെ എന്നാണ് പറയുക. അത്രയൊക്കെ ഉള്ളൂ. അത് ബന്ധമാണ്. അത് അതിസൂക്ഷ്മവുമാണ്. സ്ഥൂലമായി ബന്ധം വിട്ടു എന്ന് പറഞ്ഞാലും വിടുകയില്ല, സൂക്ഷ്മമായി. അത് വളരെ ക്ലിഷ്ടമാണ്. പണ്ടൊരുത്തൻ സന്യസിക്കാൻ പോയി. സ്വാമിജിമാരെയൊക്കെ വീട്ടിൽ വിളിച്ച്
ഭിക്ഷയൊക്കെ കൊടുത്ത് സ്വാമിജിമാരോട് വലിയ പ്രിയമൊക്കെ തോന്നി. ഒരു ദിവസം കാർന്നൂർ തീരുമാനിച്ചു, ഇതാണ് സുഖം സ്വാമി, ഞാനും പണ്ട് ആഗ്രഹിച്ചിരുന്നതൊക്കെ ഇതാണ്. പിന്നെ ഈ വയ്യാവേലി ഊരക്കുടുക്കിലൊക്കെ ചെന്ന് പെട്ടു. എപ്പോഴെങ്കിലും ഒരു ചാൻസ് വന്നാൽ പോകണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാമിമാർക്ക് ഈ ആൾ കുറവായതുകൊണ്ട് ഈ വഴിക്ക് ഒരുപാട് പേരെ കൂട്ടാൻ വലിയ താല്പര്യമുണ്ട്. കാരണം ഇപ്പം എല്ലാം യൂണിയൻ ആയതുകൊണ്ട് സ്വാമിമാർക്കൊരു ഭൂരിപക്ഷം കിട്ടിയാൽ ഭരണം ഇനി സ്വാമിമാരാക്കി കളയാം എന്നുള്ളതാണ്. അതുകൊണ്ട് പരമാവധി ആളുകളെ ചേർത്ത് വേണം ഇതെല്ലാം ചെയ്യാൻ. അതുകൊണ്ട് ഇങ്ങനെ ആളുകളെ കൂട്ടുന്ന പ്രസ്ഥാനമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് സ്വാമിയും പറഞ്ഞു, വളരെ നല്ലതാണ്, നീ സന്യാസം പോലെ ദിവ്യമായ ഒരവസ്ഥയില്ല. അതേപോട്ട് ആശ്രമത്തിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുകയാണ്. വീട് വിട്ടു പോരുകയും ചെയ്തു, ഇപ്പോൾ ആശ്രമത്തിലെത്തുകയും ചെയ്തു. ഒരു കാര്യവും നടക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അവിടെ അടിയാണ് നിത്യവും. പക്ഷേ ഗൃഹസ്ഥനെ കാണുമ്പോൾ അവനോട് ഇതാണ് സുഖം എന്ന് പറഞ്ഞാൽ അവനെയും ഇതിനകത്ത് ഈ ടിക്കറ്റ് എടുത്ത് കാണാൻ കയറി പൊളിപ്പടമാണെന്നറിയുമ്പം മറ്റവനെ കൊണ്ട് ബാൽക്കണിക്ക് ടിക്കറ്റ് എടുപ്പിക്കണം എന്നുള്ളതാണല്ലോ ഇതിൻ്റെ ഈ മനസ്സിൻ്റെ ലോകം അങ്ങനെയാണ്. അതുകൊണ്ട് സ്വാമി വളരെ ഗംഭീരമായിട്ടൊക്കെ പറഞ്ഞപ്പോൾ ഗൃഹസ്ഥൻ തീരുമാനിച്ചു സന്യസിക്കുക തന്നെ. പേള് സന്യസിക്കാനായിട്ട് തീരുമാനമൊക്കെ എടുത്തു. ഭാര്യയും പിള്ളേരെയൊക്കെ വിളിച്ചു പറഞ്ഞ് പോവാണ്. മോള് പറഞ്ഞു, എന്നാൽ പിന്നെ അതാണ് നല്ലത്. ഇറങ്ങി, ഒന്നും വേണ്ടെന്ന് പറഞ്ഞു, മുണ്ടും ഷർട്ടും ഒക്കെ എടുത്തു മെല്ലെ ഇറങ്ങി. കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ ഈ ചാക്കിനകത്ത് പാട്ട പെറുക്കുന്ന ആളുകൾ കണ്ടിട്ടുണ്ടാവും. ഈ പറമ്പിൽ നിന്ന് അക്കറിയൊക്കെ പെറുക്കുന്ന ഈ തമിഴ് സ്ത്രീകളും പുരുഷന്മാരും കൂടെ അവരിങ്ങനെ ഓരോന്ന് പെറുക്കി പെറുക്കി വരികയാണ്. ഇവരെ കണ്ടതും കാർന്നവർക്ക് പെട്ടെന്നൊരു ഓർമ്മ വന്നു. വീട്ടിലെ ഓട്ടുകിണ്ടി ഇരിക്കുന്നത് അരപ്ലേസയിലാണ്. ചിലപ്പോൾ ഇവരത് പൊക്കാൻ വഴിയുണ്ട്. അപ്പം കാർന്നൂർ തിരിച്ചു ചെന്നിട്ട് പറഞ്ഞു, തങ്കമ്മോ ആ കിണ്ടി എടുത്ത് അകത്തോട്ട് വെച്ചേക്കാം. അപ്പോൾ ഭാര്യ വിളിച്ചിങ്ങ് പോരാൻ പറഞ്ഞു. ഇനി നിങ്ങൾ പോയിട്ട് കാര്യമില്ല. ഈ ബന്ധം അതിൻ്റെ സൂക്ഷ്മതലത്തിൽ മനസ്സിൽ കിടക്കും. ഈ ലൗകിക ബന്ധങ്ങൾ ഏതെങ്കിലും കിടപ്പുണ്ടെങ്കിൽ മനസ്സ് പറയില്ല. അതാണ് നോക്കിക്കാണേണ്ടത്. അതുമാത്രമാണ് നിന്നെ ബന്ധിക്കുന്നത്. അല്ല, ഈ ലോകത്തിലെ ഒരു വസ്തുവും നിന്നെ ബന്ധിക്കുന്നില്ല. ഒന്നും നിന്നെ വിളിച്ചു വരുത്തുന്നുമില്ല. ഒന്നിനും നിന്നെ ആവശ്യമില്ല. കർമ്മങ്ങൾ നിൻ്റെതാണ്, നിന്റെ ആവശ്യമാണ്. അത്രയും നീ ചെയ്തു തീർത്ത് തൃപ്തനാകേണ്ടതാണ്. അവിടെ മാത്രമാണ് നീ തൃപ്തനുമാകുന്നത്. നിന്നിൽ ആവിർഭവിച്ച് നിന്നിൽ നിലനിന്ന് നിന്നിൽ അസ്തമിക്കുന്നതാണ് നിന്റെ കർമ്മങ്ങളെല്ലാം. നീ സർവത്തിനും സാക്ഷിയാണ്, വിഭുവാണ്. അതെല്ലാം വെച്ചിട്ടാ നീ ഏകമായ ദ്രഷ്ടാവാണ്, ഒരേ ഒരു ദ്രഷ്ടാവാണ് എല്ലാറ്റിൻ്റെയും. നീയാണ് സർവജ്ഞൻ, നീയാണ് ഈശ്വരൻ, നീയാണ് ജഗത് കാരണൻ. നീ ഉണ്ടാക്കിയതാ നിന്റെ പ്രപഞ്ചം. വേറെ സൃഷ്ടികർത്താവൊന്നുമില്ല. നിന്നെയും നിന്റെ ലോകത്തെയും നീ ഏകത്ര സൃഷ്ടിച്ചു, നീ അതിൽ കയറിയതാണ്. സ്വയം ജഗത്തിനെ സൃഷ്ടിച്ച് അതിൽ കുടികൊള്ളുന്നവനായതുകൊണ്ട് നീ ഈശ്വരനുമാണ്. നിന്റെ പണിയും അതാ, സൃഷ്ടിക്കുക, അതിൽ കയറിയിരിക്കുക. എന്നിട്ട് നീ അതിൽ ബന്ധിച്ചത് എങ്ങനെയെന്ന് നീ അറിയാതിരിക്കുക. ഈ അജ്ഞതയാണ് നിന്റെ ദുഃഖം. ഞാൻ എൻ്റെ ലോകങ്ങൾ സൃഷ്ടിച്ച് ഞാൻ തന്നെ ആ ലോകത്തിൽ കയറിയിരുന്ന് എങ്ങനെയാണ് ഞാനിതിൽ വന്നതെന്ന് അതിനകത്തിരുന്നു കൊണ്ട് അന്വേഷിക്കുക. കൊടുക്ക് മനസ്സിലായില്ല? ഇത് പലപ്പോഴും രസമാണ്. വീടും ബന്ധവും കുടിയും ഒക്കെ ഉണ്ടാക്കിയിട്ട്
ആരാണ് എന്നെ ഈ പറ്റീര് പറ്റിച്ചത്? ഇവൻ തന്നെ ഉണ്ടാക്കിയതാണ്. അവസാനം ഇത് അച്ഛനാണ്, അമ്മയാണ്, ബന്ധുവാണ്, നാട്ടുകാരാണ്, ഇവരാരും പറ്റിച്ചിട്ടില്ല. ഇവർ പറ്റിച്ചാൽ പറ്റുമോ? എന്നാൽ ഇവരൊരു 10-30 പറഞ്ഞായിരുന്നല്ലോ, അതൊന്നും പറ്റിയില്ലല്ലോ. മനസ്സിലായില്ല? ശരിയല്ല? അവർ പറ്റിക്കുമായിരുന്നെങ്കിൽ ആദ്യം കണ്ടതിൽ പറ്റിയാൽ മതിയായിരുന്നു. വീട്ടുകാർ പറഞ്ഞു, മോനെ ഇത് കൊള്ളാം, നല്ലതാണ്. ഒന്നും പറ്റിയല്ല, അത് കാല് ശരിയല്ല, കൈ ശരിയല്ല. അപ്പോൾ ഇവൻ്റെ സൃഷ്ടിക്ക് ചേർന്നിട്ടില്ല, ഇവൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ പഞ്ചഭൂതങ്ങളൊക്കെ എടുത്ത് ഇവൻ്റെ സൃഷ്ടികർമ്മത്തിന് വിധേയമായ സ്ഥലത്ത് അച്ചു തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അതിലൊരെണ്ണം ഒത്തു വന്നപ്പോൾ ഇവൻ്റെ സൃഷ്ടിക്ക് ചേർന്നു. ആദ്യം അതിനെ സൃഷ്ടിച്ചു, അതിനകത്ത് കയറിയിരുന്നു, അതിൽ നിന്നൊരു പ്രപഞ്ചം തന്നെ ഉരുത്തിരിഞ്ഞുണ്ടാക്കി. ആ പ്രപഞ്ചത്തിനകത്തിരുന്നിട്ട് ഇവൻ ആരോടെങ്കിലും ചോദിക്കുകയാണ്, എന്നെ ആരാ ഇവിടെ കൊണ്ടാക്കിയത്? മനസ്സിലായില്ല? നീ തന്നെ നിന്റെ സൃഷ്ടിയിൽ നീ തന്നെ കയറിയിരുന്ന് കയറിയത് എങ്ങനെയെന്നും എങ്ങനെ സൃഷ്ടിച്ചുവെന്നും നീ തന്നെ ചോദിക്കുക. അതിൽ പെടാത്തവൻ പുറത്തുനിന്ന് ഉത്തരം പറഞ്ഞു തരേണ്ടി വരിക. ഇതാണ് ഈ കളി. സമസ്ത കർമ്മങ്ങളും സമസ്ത ധർമ്മങ്ങളും സമസ്ത സുഖങ്ങളും സമസ്ത ദുഃഖങ്ങളും എൻ്റെ സൃഷ്ടിയാണ്, എൻ്റേതെല്ലാം. എപ്പോൾ ഞാൻ അതിൽ നിന്ന് മോചനം നേടും? വേണ്ടെന്ന് വയ്ക്കുമ്പോൾ. വളരെ സിമ്പിളാണ്, ആരും പിടിച്ചു നിർത്തുമൊന്നുമില്ല. മറ്റാർക്കും ജീവിക്കാൻ വേണ്ടിയല്ല. മനസ്സിലായില്ല? ചിലർ പറയും, ഞാനങ്ങനെ പോയാൽ പിള്ളേർ 100 കണക്കിന് ആളുകൾ പോയിട്ടുണ്ട്, പിള്ളേരൊക്കെ ജീവിക്കുന്നുണ്ട്. ശരിയല്ല? ശരിയല്ല? ഈ ലോകത്തെ എല്ലാ സൃഷ്ടിക്രമത്തിലും ഞാനാണ് ബന്ധത്തിൽ. അതുകൊണ്ട് നീ എല്ലാറ്റിൻ്റെയും ഒരേ ഒരു സ്രഷ്ടാവാണ്. നീയാണ് ഈശ്വരൻ. എല്ലായ്പ്പോഴും നീ മുക്തനുമാണ്. എല്ലായ്പ്പോഴും നീ മുക്തനാണ്. എന്ത് കർമ്മം ചെയ്താലും നീ മുക്തനാണ്. ആത്മാവതിൽ പെടുന്നില്ല. പെടുന്നു എന്നത് നിന്റെ തെറ്റായ ധാരണ മാത്രമാണ്. നീ മുക്തനുമാണ്. ദ്രഷ്ടാവിനെ ദൃശ്യമായി നീ കാണുന്നു. ഇത് തന്നെയാണ് നിന്റെ ബന്ധം. നീ ആ ദൃശ്യമാണെന്നും ഈ ദൃശ്യമാണെന്നും ഒക്കെ തെറ്റായി കാണുന്നു. അതാണ് നിന്റെ ബന്ധം. അത് വിട്ടാൽ എല്ലാ ബന്ധവും പോയി. നീ നിന്നെ ദൃശ്യമായി കാണുന്നത് നിർത്തിയാൽ മതി. അപ്പൊ സകലത്തിനും ഒരേ ഒരു ദ്രഷ്ടാവ് നീ മാത്രമാണ്. നീ സദാമുക്തൻ തന്നെയാണ്. ദ്രഷ്ടാവായ നീ നിന്നെ ദൃശ്യമായി കാണുന്നതാണ് നിനക്കേർപ്പെട്ട ഈ ലൗകിക ബന്ധം. തീരാനൊരു വഴിയുള്ളൂ, ഞാൻ ബന്ധനത്തിലല്ല. ബന്ധം മുഴുവൻ മനസ്സാ സൃഷ്ടിക്കുന്നത്. അത് വളരെ രസമാണ്. ഇവിടെ വന്നിരുന്നു, പേര് ചോദിച്ചു, അച്ഛൻ്റെ പേര് ചോദിച്ചു, അമ്മയുടെ പേര് ചോദിച്ചു. ആ ശ്രവണം വഴിയൊക്കെ ഒന്ന് ബന്ധമായി. അയ്യോ, നമ്മൾ തമ്മിൽ പണ്ടേ അറിയുമല്ലോ, ഞാൻ നിങ്ങളുടെ അയലോക്കത്ത് താമസിച്ചിട്ടുണ്ടല്ലോ. ഒരു കൂടൊക്കെ കൂട്ടി ഇവിടെ കുറേ കാലം ഇരുന്നു. കാര്യം അഷ്ടാവക്ര ഗീതയൊക്കെ കേട്ടെങ്കിലും അതിനേക്കാൾ ഈടുവയ്പ് ബന്ധത്തിനുണ്ടായി. ശരിയല്ല? ഇനി ഇതുവരെ അവിടെ ഉണ്ടായിരുന്ന കൂട്ടൊക്കെ പോയി ഇപ്പം ഇവിടെ വരുമ്പോൾ ഒന്നിച്ച് നടക്കുകയായി, ഒന്നിച്ച് ചോറെടുത്ത് കൊടുക്കുകയായി. രസമാണ് കാണാൻ. ഉണ്ണുന്നില്ല, ഞാൻ എടുത്തോണ്ടിരാം. എടുത്ത് ചോറ് കൊണ്ട കൊടുക്കുകയായി, ഒന്നിച്ചുണ്ണുകയായി, ഒന്നിച്ച് നടക്കുകയായി, ഒന്നിച്ച് കുളിക്കാൻ പോവുകയായി. അത് കഴിഞ്ഞ് തൊടുപുഴ അമ്പലത്തിലൊക്കെ ഒന്നിച്ച് തൊഴാൻ പോവുകയായി. ശരിയല്ല? ഇത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നാൽ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയായി. ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു, ഞാനിപ്പോഴേ സ്വാമി പറഞ്ഞ ഇന്ന ഭാഗം ഓർമ്മ വരികയാണ് എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് വിളിക്കുകയായി. പരിചയമായി. മക്കളുടെ കല്യാണത്തിനൊക്കെ ക്ഷണിക്കുകയായി. ഇതൊക്കെ കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ചതിവിൽ പെടുകയായി. ചതിവിൽ പെട്ട് കഴിയുമ്പോൾ അവൾ എന്നാലും എന്നെ ചതിച്ചത് ഞാൻ തന്നെയല്ലേ ഇതുണ്ടാക്കിയേ. മനസ്സിലായില്ല? അപ്പോൾ ബന്ധം ഉണ്ടാക്കുക,
ബന്ധത്തിനകത്ത് കയറിപ്പറ്റുക, ബന്ധിക്കുക, ബന്ധം വളർത്തുക, ബന്ധത്തിൻ്റെ തകർച്ചയിൽ ദുഃഖിക്കുക, ദുഃഖിച്ചിട്ട് ഇതിൻ്റെ കാരണക്കാരനായ ഞാനല്ലെന്ന അഹംബുദ്ധിയിൽ വേറൊരു ദൈവത്തെ കണ്ടുപിടിച്ച് അയാളെ പത്ത് തെറി വിളിക്കുക. ഭയങ്കരനാണിവൻ. ഇസ് ഇറ്റ് നോട്ട്? ശരിയല്ലേ? ഈ ഏർപ്പാടൊക്കെ ഒപ്പിച്ചിട്ട് അവസാനം ഈ ബന്ധമെല്ലാം ശരിയാക്കാൻ ഇവനുണ്ടാക്കി, ഇവൻ കളിച്ച്, ഇവൻ രമിച്ച്, ഇവനുമായി ചേർന്നുണ്ടാക്കിയ ബന്ധം വീണ്ടും ബന്ധപ്പെടാൻ പുറത്തൊരുത്തനെ പോയി കാണുക, അവനിത് ശരിയാക്കി തരുമെന്ന് വിശ്വസിക്കുക. ശരിയല്ല? ഈ പണിയൊക്കെ അല്ലേ ഉള്ളത്? എന്നാലോചിച്ച് നോക്കി. നിങ്ങളൊന്ന് പറയണം അവളോട്, നിങ്ങളൊന്ന് പറയണം ആ ചേട്ടനോട്. ശരിയല്ല? നിങ്ങൾക്കൊക്കെ അറിയില്ലേ? നന്നായി വരേണ്ടതാ. ശരിയല്ല? ഒന്ന് ഉപദേശിക്കണം. ഇവൻ കെട്ടിയുണ്ടാക്കിയ കൂടിനകത്ത് മറ്റവൻ്റെ ഉപദേശവും കൂടെ വരുമ്പോൾ കുളിപ്പിച്ച് ഇത് രസമാണ്. ഇങ്ങനെ പറഞ്ഞാൽ നേരെയാകുമെന്നുള്ള പരിപാടികൾ എന്തെല്ലാമാണ് ഈ ലോകം. സങ്കീർണത്തിലും സങ്കീർണമാണ് സൃഷ്ടിയുടെ വൈചിത്ര്യം. ഇതത്രയും ഞാനാ സൃഷ്ടിക്കുന്നത്. ഇതൊക്കെ ഒന്ന് എരിഞ്ഞടങ്ങി ഏകനായ ദ്രഷ്ടാവ് ഞാനാണെന്നും ഞാൻ ദൃശ്യമായി കാണുന്നതാണ് ഈ പ്രശ്നങ്ങളെന്നും ഇത് തന്നെയാണ് എൻ്റെ ബന്ധമെന്നും അറിഞ്ഞു നിർത്തിയാൽ, ഇത് കൈവല്യത്തിലും പറയും. കൈവല്യോപനിഷത്തിൽ 21-ാം ശ്ലോകത്തിൽ അപാണിപാദോഹം അചിന്യ ശക്തി പശ്യമ്യചക്ഷു സശൃണോത്യകർണ അഹം വിജാനാമി വിവിക്തരൂപോ നജാസ്തി വേത്ത മമ ചിത് സ്വരൂപം ചിത് സദാഹം എന്ന് ഗംഭീരമായിട്ട് കൈവല്യം പറയും. ഇതേ ശ്ലോകം കൈകാലുകളില്ലാതെ അചിന്ത്യശക്തിയായ ഞാൻ കണ്ണില്ലാതെ കാണുന്നു, ചെവിയില്ലാതെ കേൾക്കുന്നു, ഞാൻ രൂപമില്ലാത്തവനാണ്, ഞാൻ എല്ലാം അറിയുന്നവനാണ്, എന്നെ ആരും അറിയുന്നില്ല, അതാണ് എൻ്റെ സ്വരൂപം. ആ ഞാൻ ദൃശ്യമാണെന്നോർത്ത് ബന്ധിക്കപ്പെടുന്നു. ദൃശ്യമല്ലാന്ന് തീരുമാനിക്കുക മാത്രമേ വേണ്ടൂ, വേറെ ഒന്നും വേണ്ട. മോക്ഷത്തിന് ഒരു പണിയും ചെയ്യണ്ട. അതിന് പുതിയ പുതിയ ബന്ധങ്ങളാണ് എല്ലാ അനുഷ്ഠാനങ്ങളും എന്നാണ് അഷ്ടാവക്രൻ അവസാനം പറയാൻ പോകുന്നത്. ഒരുപാട് ബന്ധങ്ങൾ. ബന്ധത്തിൽ നൂരാൻ വേറൊരു ബന്ധം, പിന്നെ അതിൽ നൂരാൻ മറ്റൊരു ബന്ധം. മനസ്സിലായില്ല? ഇങ്ങനെ ബന്ധിക്കുക. അവസാനം ഈ ഒരുമാതിരി നൂലിൻ്റെ കെട്ടഴിക്കാൻ തുടങ്ങി ഒരുണ്ട നൂല് മുഴുവൻ കെട്ടിയ പോലാവും. ചില അമ്മമാർ നൂലിന് ഒരു കെട്ടേ വീഴുള്ളൂ, കണ്ടിട്ടുണ്ടാവും. കണ്ടില്ലേ? തയ്ക്കുന്ന നൂലിന് ഇപ്പോൾ പണിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു അമ്മമാർക്ക്. തയ്ക്കുന്ന നൂലൊന്ന് കുടുങ്ങിയാൽ ഇത് അഴിക്കാൻ വേണ്ടി ആണ് ഒരറ്റത്തുനിന്ന് പിടിച്ചു വലിക്കുന്നത്. ആ ഉണ്ട മുഴുവനും കൂടെ കൂടി കിട്ടും. അവസാനം ഇത് വളരെ രസമാണ്. അവസാനം ഇതിലേതെങ്കിലും ഒരു നീളം കഷ്ടിച്ച് തയ്ക്കാൻ കിട്ടുമോ എന്ന് നോക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ മുറിച്ച് വയ്ക്കാമെന്ന് തീരുമാനിക്കും. അവസാനം അത് മുറിക്കാൻ പോയി ബാക്കിയും കൂടെ കിട്ടും. കണ്ടിട്ടില്ല? ഇല്ല? ആ പണിയാണ് ഈ കെട്ടേൽ കെട്ടുക, അവസാനം അതിനകത്ത് കെട്ടിത്തൂങ്ങുക. ഇതാണ് ഈ ജീവിതം. ഇത് വരാതിരിക്കാനുള്ള എളുപ്പ വഴി ഇതാണ്. ഞാൻ കർത്താവുമല്ല ഭോക്താവുമല്ലെന്നറിയണം. അടുത്ത ശ്ലോകം 8. അഹം കർത്തിത്യഹം മാന അഹം കൃഷ്ണാഹിദംശിത നാഹം കർത്തേതി വിശ്വാസാത്
അമൃതം പീത്വാ സുഖീ ഭവ. അഹം കർത്താ ഇതി അഹം മാനമഹാകൃഷ്ണാഹി ദംശിതഃ ത്വം ന അഹം കർത്താ ഇതി വിശ്വാസാമൃതം പീത്വാ സുഖീ ഭവ. ഒരു ഉപമയിലൂടെ പറയുകയാണ്. അഹം കർത്താ ഇതി അഹം അഹം മാനമഹാകൃഷ്ണ അഹി ദംശിതഃ. ഞാൻ കർത്താവാകുന്നു എന്നുള്ള അഹങ്കാരമാകുന്ന വലിയ കരിമൂർഖന്റെ കടിയേറ്റ നീ. ഞാൻ കർത്താവാണ് എന്നുള്ളതാണ് ഈ ബന്ധം. ഞാൻ ഭോക്താവാണ് എന്നുള്ളതാണ് ഈ ബന്ധം. ഞാൻ കർത്താവല്ല എങ്കിൽ സുഖമായി. എവിടെയൊക്കെ കർത്താവാണോ അവിടെയൊക്കെ ദുഃഖമായി. എന്ത് സുഖമായിട്ടാണ് സാമ്പാറും ചോറും ഉണ്ടത് ഉച്ചയ്ക്ക്. ഇത് വീട്ടിലാണെങ്കിലോ, വീട്ടുകാരിവിടെയെങ്ങാനും വന്ന് കണ്ട് ഇന്ന് രാവിലെ നിന്ന് ഉപ്പുമാവ് എത്ര തൃപ്തിയോടെയാണ് പലരും കഴിക്കുന്നത്. ഞാൻ നോക്കി എല്ലാവരുടെയും പ്ലേറ്റിൽ ഒരു തരി പോലും ഇല്ല. ഭാര്യയും മക്കളും ഒക്കെ ഉപ്പുമാവ് ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കഴിക്കുമോ? ഈ സ്വാതന്ത്ര്യം പോയത്. ചോറുണ്ണുമ്പോഴോ സാമ്പാറും ചോറും, സൈഡിലൊരു നാരങ്ങാക്കറിയും. പുസ്തകം വാങ്ങാൻ ചെന്നപ്പം രവി കടിച്ചവർ പോലും നാരങ്ങാക്കറി കൂട്ടുന്നു. എന്നെ അത്ഭുതപ്പെടുത്തി വല്ലാതെ. സാധാരണ നാരങ്ങാക്കറി കൂട്ടിയാൽ ഇളകേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ കൂട്ടി സുഖമായിട്ട് ചോറുണ്ടെന്നോ. ഭാര്യയും പിള്ളേരും വിളമ്പി തന്നാലോ? മനസ്സിലായില്ല. ഇതുപോലെ സംതൃപ്തിയോടെ കഴിക്കുമോ? കഴിക്കുമോ? എന്തെങ്കിലും ഒരു കുറ്റം, ശരിയാണ്, ഒരു കുറ്റവും ഇല്ലെങ്കിലും ഒരു കുറ്റം പറയുമോ? രണ്ടുപേരും കൂടെ വന്നിട്ടുള്ളിടത്താ ഗതികേട് പറ്റാൻ പോകുന്നത്. പറഞ്ഞാൽ ചിലപ്പോൾ അടി വാങ്ങിക്കൂല്ലേ? കലം മാറി. എന്നാലും പറയും, എന്നാലും ഒരു വെറുപ്പൊക്കെ കാണിക്കും. കാരണം ഭോക്താവും കർത്താവും ഉണ്ട് അവിടെ. അയൽവക്കത്തെ വീട്ടിൽ പോയിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കർത്താവും ഭോക്താവും ഇല്ല. അതുകൊണ്ട് അതിന് സ്വാദ് കൂടും. സ്വന്തമാകുമ്പോൾ കർത്താവും ഭോക്താവും ഉണ്ട്, അതുകൊണ്ട് ദുഃഖം കൂടും. ഫോറിനിൽ പോയിട്ട് വന്നവൻ അവധിക്ക് വരുമ്പോൾ ഭാര്യയും പിള്ളേരും ഒക്കെ കൂടെ പറയും, ഇന്ന് എറണാകുളത്തിന് പോവാം, ദ്വാരകയിൽ കയറി കഴിക്കാം, അല്ലേ സരോവരത്തിലായിക്കോട്ടെ, അതുമല്ലെങ്കിൽ താജിലാകട്ടെ ഇന്നത്തെ ഭക്ഷണം. അപ്പോൾ ഇവനും വന്നതായതുകൊണ്ട് ഭാര്യയും പിള്ളേരെയൊക്കെ വിളിച്ചുകൊണ്ട് പോകും. കൂടെ കയറിയിരിക്കുമ്പം അപ്പുറത്തെ ബെഞ്ചിൽ പോയിരുന്ന ഒരു സീൻ കാണാം. നിങ്ങൾ പോയിരുന്നിട്ടുണ്ടോ? ഇല്ല. സാക്ഷിയായിട്ടിരുന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഈ ബട്ട്ലർ വന്ന് ഈ പേപ്പറെല്ലാം കൂടെ കൊടുക്കുമ്പോൾ പിള്ളേർ ഇതാദ്യം വായിക്കും, ഭാര്യ വായിക്കും. ഭാര്യ മകനോട് പറയും, എന്തോടാ നീ വാങ്ങിക്കുന്നത്? ഭാര്യ തന്നെ ആദ്യം ഓർഡർ ചെയ്യും, എനിക്കൊരു തൈര് വട. വെജിറ്റേറിയനിലാണ് കയറിയിരിക്കുന്നത്. മറ്റതാണെങ്കിൽ പിച്ചാത്തിയും ഇല്ലേ, അങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ. അല്ല, ചപ്പാത്തിയും പൊരിച്ച കോഴിയില്ലേ. അപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്യും. അപ്പോൾ ഇയാളിതെല്ലാം കൊണ്ടുവരുമ്പോൾ ഈ ഫോറിനിൽ നിന്ന് വന്നവൻ, പൈസയൊക്കെ അവൻ്റെയാണ്, അവൻ പറയും ഒരു കടിഞ്ചായ. സുലൈമാനി ആദ്യം അവൻ പറയും ഒരു സുലൈമാനി, ബാക്കി ഇവർക്കൊക്കെ ഇഷ്ടമുള്ളത്. അപ്പോൾ ഭാര്യ ഒരു സാധനം മേടിക്കും, ഒരു പകുതി കഴിച്ച് കഴിഞ്ഞ് പറയും അടുത്ത് കൊണ്ടുവരാൻ പറയും. പകുതി ആകുമ്പോഴേക്ക് പറയും അടുത്ത് കൊണ്ടുവരാൻ. മക്കളാണെങ്കിൽ തൈരോടെ വാങ്ങിച്ച് വെച്ചിട്ട് പറയും മസാല ദോശ കൊണ്ടുവരാൻ പറയും. തൈരോടെ നിന്ന് ഒരെണ്ണത്തിൻ്റെ പകുതി തിന്നും,
അത്രയാകുമ്പോൾ ഇവനാണെങ്കിൽ ഇവർ തിന്നതിൻ്റെ ബാക്കിയെല്ലാം തിന്നും. ശ്രദ്ധിച്ചിട്ടില്ല? നിങ്ങളാരും കണ്ടിട്ടില്ല? നിങ്ങളാരും കൂടെ കയറിയിട്ടില്ല? അയാളൊക്കെ കയറിയ പോലൊരു ലക്ഷണം കാണുന്നുണ്ട്, ആ ഇരിപ്പ് കണ്ടിട്ട്. ഇല്ലേ? അപ്പോൾ ഈ കൂടെ കയറിയിരുന്ന് കഴിക്കുമ്പോൾ ഈ കഴിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവനായി കാശ് പോകുന്നത്. അത് കാരണം ഇവൻ ഈ ഉഴുന്നുവടയുടെ പിള്ളേരുന്ന ഉഴുന്നുവടയുടെ ബാക്കിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി ആരും ഇതല്ല ശ്രദ്ധിക്കും. കാരണം അവിടെ ഇവനേക്കാൾ കൂടി അവനെ അപ്പുറത്തിരുന്ന് തിന്നുന്നത്. ശ്രദ്ധിച്ചിട്ടില്ല? വലിയ സ്റ്റാർ ഹോട്ടലിൽ കയറി അവിടെ മാറി ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ചായയും മേടിച്ച് പതുക്കെ സിപ്പ് ചെയ്തുകൊണ്ട് അവിടെ ഇരുന്നാൽ ഒരു വലിയ പ്രപഞ്ചം കാണാം. യു കാൻഡ് ഇമാജിൻ. ഇത് കഴിഞ്ഞ് ഈ മടക്കിയൊരു ബില്ലും ഒരു പേഴ്സും ഒക്കെ പോലെ വെച്ചുകൊണ്ടെന്നങ്ങ് കൊടുക്കുമ്പോൾ ഇവനാണെങ്കിൽ പണ്ട് സാധാ ഹോട്ടലിൽ തിന്നതാണ്. ഇവൻ ആദ്യം തന്നെ ഈ പാത്രത്തിൽ വെച്ചിരിക്കുന്ന ബില്ല് അതിൻ്റെ മുകളിൽ പറന്നു പോകാതിരിക്കാൻ കുറച്ച് ജീരകമൊക്കെ വാരിയിടും. അവനോർക്കും ഇത് തിന്നാനാണെന്നോർത്ത് അതും പൊതിഞ്ഞെടുക്കും. അപ്പോൾ ഭാര്യ ഇവനില്ലാത്തപ്പോഴും കയറിയിട്ടുള്ളതുകൊണ്ട് പറയാം അത് തിന്നാനുള്ളതല്ല അവന് ചെയ്യാൻ അവിടെ വെക്കാൻ. ഇനി ആ സീൻ വളരെ ഗംഭീരമാണ്. കണ്ടിട്ടില്ല? കാരണം ഇവൻ കർത്താവാണ്, ഭോക്താവാണ്. മറ്റവർക്ക് ഇതൊന്നും പ്രശ്നമാകുന്നില്ല. അപ്പം ജീവിതത്തിൽ കർത്തൃത്വത്തിൻ്റെയും ഭോക്തൃത്വത്തിൻ്റെയും ദുഃഖം, ഞാൻ കർത്താവാണെന്ന അഹങ്കാരമാകുന്ന കരിമൂർഖൻ, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. കൃഷ്ണാഹി, കൃഷ്ണസർപ്പം, കൃഷ്ണസർപ്പത്താൽ ദംശിക്കപ്പെട്ട, കൃഷ്ണസർപ്പത്തിൻ്റെ കടിയേറ്റ, കർത്തൃത്വവും ഭോക്തൃത്വവുമാകുന്ന അഭിമാനമാകുന്ന കടിയേറ്റ നീ, ജനകാ നീ, ന അഹം കർത്തായിതി, ഞാൻ കർത്താവല്ല എന്ന വിശ്വാസാമൃതം, ശ്രദ്ധാമൃതം, വിശ്വാസം ശ്രദ്ധ, സത്യം ധീയതൈതി ശ്രദ്ധ, സത്യത്തെ അറിയുക. സത്യം എന്താണ്? ഞാൻ കർത്താവല്ല, ഞാൻ ഭോക്താവല്ല, ഞാൻ സാക്ഷിയാണ്. കർത്താവുമല്ല ഭോക്താവുമല്ല, സാക്ഷിയാണ്. ആ സാക്ഷിയാണെന്നുള്ള വിശ്വാസാമൃതം പീത്വ, കുടിച്ചിട്ട് സുഖീഭവ, സുഖമായി ജീവിക്കുക. ഭൂമിയിലാകെ സുഖം കിട്ടാൻ ഒറ്റ വഴിയുള്ളൂ, ഈ അമൃതൊന്ന് കഴിക്കുക. ഏതാ അമൃത്? ശ്രദ്ധയാകുന്ന അമൃത്. എന്ത് ശ്രദ്ധയാകുന്ന അമൃത്? അഹം ന കർത്തായിതി, ഞാൻ കർത്താവല്ല. ഇത്രയും വിചാരിച്ചാൽ മതി. പണിയൊക്കെ ഇങ്ങനെ നടക്കുന്നു, ഞാനിതൊന്നും ചെയ്യുന്നവനല്ലല്ലോ എന്ന് വിചാരിച്ചാൽ മതി. ഇത്രയും വിചാരിച്ചു കഴിഞ്ഞാൽ പണിയൊക്കെ നടന്നോളും. ഞാനാണ് ചെയ്യുന്നതെന്ന് വിചാരിച്ച് എൻ്റെ അസാന്നിധ്യത്തിൽ എനിക്ക് വിശ്വസ്തനായ ഒരുത്തനെ പണി നോക്കാനും കൂടെ ഏൽപ്പിക്കും. അത് വളരെ രസമാണിപ്പം, പണ്ടില്ലായിരുന്നു. പണ്ട് വീടുകളിലൊക്കെ പണിയെടുക്കാൻ വന്നാൽ, പറമ്പ് കിളയ്ക്കാൻ വന്നാൽ, കാള പൂട്ടാൻ വന്നാൽ, വെള്ളം ചവിട്ടാൻ വന്നാൽ, ചക്രം ചവിട്ടാൻ വന്നാൽ ഒക്കെ അന്ന് പണിക്കാർ മാത്രമേ ഉള്ളൂ, സൂപ്പർവൈസറില്ല. റൈറ്റ്, ശരിയല്ല? അവൻ രാവിലെ ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് വരും. വെളുപ്പം കാലത്തെ വരും പണിക്കാർ പണ്ട്, ശരിയാണ്. അവൻ രാവിലെ വരും, നേരെ ഒരു ചായയൊക്കെ കുടിക്കും. ചിലപ്പോൾ കൊച്ചമ്മ പറയും പഴങ്കഞ്ഞി കൊണ്ടാ കുറച്ചെന്ന് പറയും, അത് കുടിക്കും. നേരെ തൂമ്പയൊക്കെ എടുത്തുകൊണ്ട് പോവും. അവനൊരു അറ്റത്തുനിന്ന് പണിയും തുടങ്ങും. ആരും പുറകെ നിൽക്കാറൊന്നുമില്ല. പിള്ളേരുടെ കയ്യിൽ ചിലപ്പം ബീഡിയും വാങ്ങിച്ചു കൊടുത്തു വിടും കാരണവർ. കാരണം വെച്ചാൽ അത് ചോദിച്ചിട്ടൊന്നുമല്ല, കാരണം അവൻ വലിക്കുന്നവനാണ്, ബീഡി വേണം, എന്നാൽ പിന്നെ കൊടുത്തേക്കാമെന്ന് വിചാരിച്ച് ബീഡിയും കൊടുത്തുവിടും. പിള്ളേരെ കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ 2 വലിച്ച് പഠിക്കുകയും ചെയ്യും. ഇതൊന്നും അറിയില്ല, ഇങ്ങനെ വലിച്ചിട്ടുമില്ല, വളരെ മോശം. അപ്പോൾ ഇങ്ങനെ അവന് കൊടുത്തു വിടും. കാപ്പിയാകുമ്പോൾ കാപ്പി കൊണ്ട് കൊടുക്കും, കുടിക്കും, അവൻ പണിയും. വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോഴത്തേക്ക് 5 മണിയാകുമ്പോഴത്തേക്ക് വീട്ടിലുള്ളവർ ഇവനെ കാണാതിരിക്കുമ്പോൾ പിള്ളേരെ പറഞ്ഞു വിടും, എന്താ പണി കയറുന്നില്ലല്ലോ ഇവൻ. അപ്പോൾ അവൻ പറയും 2 തെങ്ങൂടുണ്ട്, അവിടെ കിളച്ചിട്ടേ പോകുന്നുള്ളൂ. അവനാ തീരുമാനിക്കുന്നത്.
2 തെങ്ങോടുണ്ട് കളഞ്ഞിട്ടേ പോവുള്ളൂ. കാരണം അല്ലെങ്കിൽ ഇനി നാളെ വന്ന് അതിനായിട്ട് പണിയണം, വേറെ പണിയുണ്ട്, അതുകൊണ്ട് അതങ്ങ് തീർക്കുക എന്ന് പറഞ്ഞ് അവൻ കിളച്ചിട്ട് പോകും. ഇന്ന് 2 തെങ്ങ് കിളപ്പിക്കാൻ 4 പേരെ നിർത്തും, ഒരാളെ സൂപ്പർവൈസറും ആകും. മറ്റവൻ കസേരയിട്ടിരുന്ന് പത്രം വായിക്കും, ഇവൻ തൂമ്പ പൊക്കി പിടിച്ചുകൊണ്ട് വയ്ക്കും. മുതലാളി അവിടെ നിന്ന് വരുമ്പം തൂമ്പയുടെ പൊക്കത്തിലിരിക്കുന്ന കാക്ക ഇവൻ്റെ തലയെ തൂറും. അപ്പം ഇവൻ തൂമ്പ താഴോട്ടിടും മുതലാളിയെ കണ്ടോണ്ട്. അപ്പോൾ സൂപ്പർവൈസർ എഴുന്നേറ്റ് 4 തെറി പറയും, പണിയടാ ചൂടാകട. അതിനാ തെറിക്ക് അവന് കാശ് കിട്ടുന്നത്. ഇതനുസരിച്ച് മുതലാളിക്കൊരു ഭാവം ഉണ്ടാവും, ഞാനാണിതൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്ന്. മനസ്സിലായില്ലേ? കർത്താവും ഭോക്താവുമാണെന്ന ഭാവം ഉണ്ടാവും. ഇതിൻ്റെ ദുഃഖമൊക്കെ ഇവനങ്ങ് ഏറ്റുവാങ്ങും. ശരിയല്ല. മറിച്ച് ഇതൊക്കെ ഒരു രസമാണ്. പോയി അവൻ്റെ കൂടെ 2 ഈത്തയും പറഞ്ഞ് അവനെ അല്പം ഇടയ്ക്ക് തലോടി, അവൻ ചോദിക്കുമ്പോൾ 5 രൂപയും കൊടുത്ത് സന്തോഷമായൊരു പ്രപഞ്ചവും പ്രകൃതിയും. ഞാൻ കർത്താവല്ല, ഭോക്താവല്ല, അവസാനം ഞാനിതൊക്കെ ഇട്ടിട്ട് പോകുന്നവനാണ് എന്ന ഭാവത്തിൽ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാൻ വിധിക്കപ്പെടാത്തവർ. എൻ്റെ ഭാര്യ, എൻ്റെ പിള്ളേർ, എൻ്റെ വീട്. ഇവനവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ സംഗതി മാറി. പിള്ളേരിലൊരുത്തൻ ഇവനായിട്ട് മാറും. ഷർട്ടുമൊക്കെ ഇട്ട് വടിയൊക്കെ പിടിച്ച് ഇവനെ കളിയാക്കുക പണി. മനസ്സിലായില്ലേ? എൻ്റെ എന്ന് അഭിമാനിക്കുന്ന എല്ലാവരെയും വീട്ടിൽ ആരെങ്കിലും കളിയാക്കും. ഇത് കളിയാക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഇവൻ ചിലപ്പോൾ പോയിട്ട് പകുതി ദൂരം പോയിട്ട് തിരിച്ചു വരുമ്പോൾ മുറ്റത്തെത്തുന്ന ഇത് കാണുമ്പോഴേ അനിയന്മാരൊരുത്തം പറയും, എത്തിയടാ എന്ന് പറയും. ഉടനെ ചാടി ഇറങ്ങി കട്ടിലിൻ്റെ കീഴെയൊക്കെ വിളിക്കും. ഇപ്പം കർത്താവും ഭോക്താവും ആയവനെക്കുറിച്ച് മക്കൾക്കാണെങ്കിലും ബഹുമാനം പോലുമില്ല. ഈ കർത്തൃത്വവും ഭോക്തൃത്വവുമാണ് ദുഃഖം. അല്ല, കർമ്മങ്ങളൊന്നും ദുഃഖമല്ല. ചെയ്യേണ്ടതൊക്കെ ചെയ്തോ, കുടിക്കേണ്ടതൊക്കെ കുടിച്ചോ, തിന്നേണ്ടതൊക്കെ തിന്നോ, ഒന്നിലൊരു പ്രശ്നമില്ല. പക്ഷെ ഞാൻ കർത്താവാണ് എന്ന് ഭാവിച്ചാൽ ദുഃഖമായി. മനസ്സിലായോ? ആവോ? ശരിയാണോ? ശരിയാണോ? ഞാൻ കർത്താവാണെന്ന ബോധമില്ലെങ്കിൽ എല്ലാം സുഖം, എല്ലാം സുഖപര്യവസായി. ഇപ്പോഴത്തെ അമ്മമാർക്ക് മക്കളെ ആശുപത്രി കൊണ്ടുപോകാൻ ഞാനാ കൊണ്ടുപോയെന്ന് വരുത്തി തീർക്കണം. അതിന് 2-3 പേരുടെ പേര് തള്ള പറയും. തന്തയപ്പോൾ പറയും അവിടെയല്ല കൊണ്ടുപോകുന്നു, ഇപ്പോൾ ഇവിടെയാണ് കൊണ്ടുപോകുന്നെന്ന് പറയും. അപ്പോൾ വന്ന ബന്ധു പറയും ഇത് രണ്ടും ശരിയല്ലാത്ത സ്ഥലമാണ്, ഞാൻ പറയുന്ന വളരെ കൂടിയൊരു സ്ഥലമുണ്ട്, അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് പറയും. അവസാനം കൊച്ചി എത്തുമോ? കർത്തൃത്വവും ഭോക്തൃത്വവും കാരണം.